ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ NR വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസമായി മീൻ വാങ്ങാത്തത്, കുറേ നാളായി വാങ്ങാത്തത്. ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല ചെമ്മീൻ കൊണ്ടുവന്നു. അപ്പോൾ ഇതാ ചെമ്മീൻ കണ്ട, നല്ല കുഞ്ഞു ചെമ്മീൻ കണ്ട, തേങ്ങ അരച്ച് വെച്ചാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മളെ സിംബ ഈ ചെമ്മീൻ തിന്നൂല. എൻ്റെ സിംബക്ക് വേണ്ടിയിട്ട് അയില വാങ്ങി. അയില വെറും മഞ്ഞൾ മാത്രം ഇട്ടിട്ട് ഇതാ വേവിച്ചിട്ട് സിംബക്ക് കൊടുത്തു. സിംബ കുറേ ദിവസമല്ലേ ചോറ് മത്സ്യം ഇല്ലാത്തതുകൊണ്ട് കുറേ ദിവസമായി. ഇന്നലെ ഒന്നും മത്സ്യം വന്നിട്ട്, പിന്നെ ആടെ റോഡ് പണി എടുക്കുന്നതുകൊണ്ട് മത്സ്യം ഇപ്പോൾ ഇലയെ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് വേഗം ഈ മുറ്റത്ത് തന്നെ വാങ്ങി, ചെമ്മീനും വാങ്ങി അയിലും വാങ്ങി. സിംബനൊക്കെ ഉണ്ടാ മണ്ണിൽ വീണ് തരയുന്നു. പക്ഷെ മത്സ്യം മുറിക്കുമ്പോൾ ഇല്ലേ, അങ്ങനെ ഇവിടെ വന്നിട്ട് മത്സ്യം തിന്നാൻ നോക്കുക, അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ. മറ്റുള്ള പൂച്ചെല്ലാം മത്സ്യം മുറിക്കുമ്പോൾ ഇങ്ങനെ വന്ന് കരയില്ലേ, ഇതങ്ങനെ കാര്യമൊന്നുമില്ല. എന്നിട്ട് അപ്പാട് പോയിട്ട് അവിടെ വീണ് തരുകയാണ്. ഇനി നല്ല വേവിച്ച് സുന്ദരനാക്കിയിട്ടുള്ള മത്സ്യത്തിന്. ഈ വേറെ പൂച്ചേന്റെ ഈ പച്ചമീൻ ഇങ്ങനെ തിന്നു, പിന്നെ ഈ തലയെല്ലാം തിന്നു. ഇത് തലയൊന്നും തിന്നൂല. ഇത് ഈ കഷ്ണം മാത്രം എല്ലാം നുള്ളിപ്പൊളിച്ച് മുള്ളെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി കൊടുത്താലേ തിന്നൂല. ചോറിലിട്ട് കുഴച്ചു കൊടുക്കണം. ചോറിലിട്ട് കുഴച്ചു കൊടുക്കണം, എന്നാലേ തിന്നൂല, അല്ലെങ്കിൽ തിന്നൂല. ഇത് തലേന്നത്തെ ചോറും തിന്നൂല. നല്ല ചൂടോടെ തലേന്നത്തെ നമ്മൾ കുളുത്ത് കളിപ്പിച്ചെല്ലാം കൊടുത്താൽ തിന്നൂലല്ലോ. ചൂടോടെ ചോറ് കൊടുത്താൽ അത് തിന്നും. തണിഞ്ഞൊന്നും തിന്നുന്നില്ല, ഭയങ്കര ഇതാണ്. പിന്നെ BAP കളി കളിക്കുക കാണുന്നില്ലേ. മിന്നാന്ന് കുളിപ്പിച്ചാന്ന്, കുളിച്ചാ വീട് തെരഞ്ഞിട്ട് മണ്ണ് നോക്കണം. സിംബ നോക്കുന്നേ ഇല്ല, ഭയങ്കര ബിസിയാ. സിംബ നോക്കിയാ ഇല്ല, മണ്ണില് വീണ് റോഡിന് പോയിട്ട് പൊടി മണ്ണില് വീണ് തെരഞ്ഞിട്ട് അവിടെ കെട്ടിയിട്ട് എന്നാ റോഡിന് പോയി വീണല്ലോ എന്ന് വെച്ചാൽ. അപ്പൊക്കെ നോക്കുമ്പോ ഇതായി ജില്ലയില് വീണ് തരുകയും എന്താ കണ്ട സിംബ പണിയെടുക്കുന്നുണ്ടതാ. തെച്ച് മേത്ത് പൊടിയാന്ന്, മണ്ണും മാന്തി പറിക്കുന്നുണ്ടോ ഫോൺ കണ്ടിട്ട്. ജില്ലയിൽ വീണ് തെരഞ്ഞിട്ടാണ് ഇങ്ങനെ പൊടി. നല്ല മോനാന്ന്, വീട് തരേന്ന്. സൂചി വെക്കാനായി 1.5 വയസ്സ് കഴിഞ്ഞ്. 1.5 വയസ്സായില്ല, 1 വയസ്സ്. നമ്മളെ സിംബക്ക് സൂചി വെക്കാനായി 1 വയസ്സ് കഴിഞ്ഞ്. 1 വയസ്സ് 2 മാസമായി സിംബക്ക്. 1 വയസ്സ് 1.5 വയസ്സായിട്ടാകുമ്പോൾ വെക്കാന്ന് വെച്ചിട്ടാണ്. ഒന്നാ വെച്ചേ, ഒരു സൂചി വെച്ചില്ലേ. കുട്ടിയാണ്ട സൂചി അല്ലേ, കുട്ടിയാണ്ട സൂചി വെക്കണ്ട, കുട്ടീനെ വേണ്ട. ഇവര് കുറേ കുട്ടികളെ വേണം. ഞാൻ പറഞ്ഞു കുറേ കുട്ടികളൊന്നും വേണ്ട, പിന്നെ ഇത് മാത്രം മതി. ഇതിനാകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് നോക്കാൻ കഴിയല്ലോ. സിംബക്ക് ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചറിയാം. സിംബന്റെ ഫ്രണ്ടിനെ, എന്നിട്ട് സിംബന്റെ ഫ്രണ്ട് കണ്ടാ. അന്നേരം നമ്മളെ സിംബന്റെ കളി നോക്കറ, മുന്നിൽ കാണിച്ചു കൊടുക്കാണ്. സിംബ ഇങ്ങനെ ഒച്ചത്ത് കാളയില്ല. ആരാ വന്നിനി? എന്റെ മോളെ കാണാൻ ആരാ വന്നിനി? നോക്കിയാട്ടെ, കണ്ടാ സിംബ. ആരാ വന്നി? അതും വാലാട്ടുന്നുണ്ട്. സിംബ ഇങ്ങനെ പറയുമ്പോ പൂച്ചപ്പാട് പേടിച്ചോടും. ഇതതിനെക്കാട്ടി മുന്നിൽ പാഞ്ഞകത്തേക്കോ, അകത്ത് പോയിട്ട് ഒളിക്കും. വയ്യ അങ്ങ് കണ്ടിനടിയിലെല്ലാം പോയിട്ട് വിളിക്കും. വയ്യ പൂച്ച പോയതിന് ശേഷം ഇങ്ങോട്ട് കീഴും. എത്തി നോക്കുന്നുണ്ട്, പക്ഷെ അത് ഓടിപ്പോയി. വണ്ടി ഇപ്പൊ ഇലേ കൂടി തന്നെയാ പോന്ന്. അപ്പൊ സിംബക്കൊന്നും തിരിയുന്നു. നന്നായി ഒച്ച വെക്കുന്ന വെച്ചിട്ട് ചോദിക്കാം, ഞാൻ കിടങ്ങുമ്പൊക്കെ വരുവാ, എന്നിട്ട് തുള്ളോ ഇങ്ങോട്ടേക്ക് എന്നാന്ന് വിചാരിച്ചിട്ട്. എനിക്ക് തണുപ്പെല്ലാം പിടിച്ച് സൗണ്ടെല്ലാം പോയിട്ടില്ലേ, കണ്ണെല്ലാം കണ്ട കുഞ്ഞായി. അപ്പോൾ നമ്മളെ സിംബേൻ്റെ കുട്ടീനെ ആർക്കെങ്കിലും വേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫ്രീ ആയിട്ട് തരും, പൈസ ഒന്നും വേണ്ട. സിംബേൻ്റെ കുട്ടീനെ ഫ്രീ ആയിട്ട് തരും, വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനെൻ്റെ രഞ്ജുവാ വീട്ടിൽ ഉള്ളൂ, നീയോ സ്കൂളിൽ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ രഞ്ജുവിടെ വന്ന് നമുക്കപ്പോൾ ഈ സമയമാകുമ്പോൾ ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കലുണ്ട്. ചോറിന് അരിയെല്ലാം ഇട്ട് മത്സ്യമെല്ലാം മുറിച്ച് വെച്ച് ചെമ്മീനെല്ലാം നുള്ളി വെച്ച് പിന്നെ അവൻ്റെ രഞ്ജുവിടെ നമുക്ക് ചായ കുടിക്കാം. കട്ടൻ ചായ കുടിക്കലാണ്. കട്ടൻ ചായയും മിച്ചർ, രഞ്ജുവിന് മിച്ചർ, എനിക്കിതാ ഈ ബിസ്ക്കറ്റ്. എനിക്ക് ഈ ബിസ്ക്കറ്റ് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ചായയിൽ മുക്കും, ഇങ്ങനെ കടിക്കും, നല്ല രസമാണ്. ഞാൻ രാവിലെ എണീച്ചിട്ടാകുമ്പോൾ
പല്ലിയാച്ചപ്പാട് എനിക്ക് ചായ വേണം. അന്നേരം ഞാനൊന്നെങ്കിൽ എന്നാ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാക്കലാണ് ബേക്കറിയിൽ നിന്ന്. എന്നിട്ട് ഇങ്ങനെ ചായയിൽ മുക്കിയിട്ട് ഒരു ബിസ്ക്കറ്റും രസം ചായയും കുടിക്കും. ഈ കപ്പിലാണ്ട അമ്മ ആ കപ്പ് ഇതുവരെ താഴെ വെച്ചിട്ടില്ല. പക്ഷേ ഈ കപ്പിൽ നിന്ന് കുടിക്കാൻ ഒരു ടേസ്റ്റാ മോളെ. ഈ കപ്പ് ഞാൻ ആർക്കും വിട്ടു കൊടുക്കൂല. ഒരു മാങ്ങ കിട്ടിയതാ കണ്ട. ഖദീജ ചേച്ചി കൊണ്ടു തന്നെയാ മാങ്ങ. ഖദീജ അവിടുന്ന് പറിക്കുമ്പോൾ ഒന്ന് കൊണ്ടു തന്നെയാണ്. 2 എണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ ഒന്നോളും പറിച്ച് ഒന്നനക്കും തന്നു. ഞാൻ പറഞ്ഞത് നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് വെക്കാം. മാങ്ങയും ചെമ്മീനിട്ട് വെച്ചാൽ നല്ല ഇതാണ്. അതുകൊണ്ട് ഞാൻ വെച്ച് ഈ മാങ്ങ ഈ പൊളിക്കുമെന്ന് അറിയില്ല, ചെറുതാണ്, നല്ല ഇതിട്ടിട്ട് വെക്കാം. രഞ്ജു സമ്മന്തി അരക്കണ്ടേ അല്ലെങ്കിൽ ചെമ്മീൻ ഇട്ടിട്ട് വെക്കണ്ടേ? ചെമ്മീൻ ഇട്ടിട്ട് വെക്കാം. ചെമ്മീൻ ഇട്ടിട്ട് വെക്കാം. ഇത് വെക്കട്ടെ. അപ്പോൾ ചീര കണ്ടാ കണ്ടത്തിൽ പോയിട്ട് കുത്തി ഇരുന്നിട്ട് പോയി പറിച്ചോണ്ട് തന്നെയാണ്. എല്ലാം ഇങ്ങനെയാണ്, ഉണങ്ങിയ പോലെ ആയിരുന്നു. നമ്മൾ 2-3 ദിവസം കണ്ടത്തിൽ പോയിട്ടില്ലേ, പോയി നോക്കുമ്പോഴേക്ക് ചീര തേച്ച് ഇങ്ങനെയായി. ബയ്യ ലേശം കുറച്ച് ഇങ്ങനെ പൊന്തിയതാണ്. പൊന്തി നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെയായി ഉണങ്ങിയ പോലെ. പക്ഷെ ഇതിൻ്റെ അകത്ത് നല്ല കുറച്ച് മോശമെല്ലാം പറിച്ച് അങ്ങ് കളഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ അങ്ങനെ വളമൊന്നും ഇടാതെയല്ലേ. പക്ഷെ ചാണും അങ്ങനെ വെച്ചിട്ടില്ല, വളം ഒറ്റയ്ക്ക് വളം ഇട്ടിട്ടില്ല. പിന്നെ വളമായിട്ട് അങ്ങനെയൊന്നല്ല ഇത്. പക്ഷെ ഓരോരാൾ പറഞ്ഞ് ചപ്പിൻ്റെ അകത്ത് ഈ ഇലേൻ്റെ അകത്ത് വെള്ളമായിട്ടാണ് ഇങ്ങനെ കുത്തു വരുന്നതെന്നാണ് പറഞ്ഞത്. കൃഷി ചെയ്യുന്നവർ പറഞ്ഞു തന്നെയാണ്, ശരിക്കും നമുക്കറിയില്ല. ഒന്നിൻ്റെ അകത്ത് കുത്തു വരുമ്പോൾ തേച്ച് ഇങ്ങനെ വന്ന് ഉണ്ടാ ഡിസൈൻ ചെയ്തവിടെ. എന്നാലും നമ്മൾ കളയൊന്നുമില്ല, വറക്കും. വറക്കും ചെമ്മീൻ കറിയും ചീര വറവും. നമ്മളെ വാഴവിലുണ്ടായതാ. പക്ഷേ ആ വാഴയില്ല എന്നതുപോലെ ആയിട്ട് നടുക്കുന്ന കൊത്തിയതാണ്, തിരിമുട്ടിയ പോലെ ആയിട്ട് അച്ഛനത് കൊത്തിക്കളഞ്ഞാണ്. അപ്പോൾ ഇല്ല എന്നിട്ട് നോക്കുമ്പോൾ അതിനിപ്പുറത്ത് പൊടിച്ചണേ, അതിൻ്റെ അകത്ത് ഉണ്ടായതാണ് ഇത്. കുത്തെല്ലാം കൊടുത്തിന് വാഴയുടെ അതൊന്ന് കായിൻ്റെ കരം കൊണ്ട് അച്ഛൻ കുത്തു കൊടുത്തിയാണ്. ഉണ്ടാ ഇന്നലെ ഒടിഞ്ഞ് വീണിട്ട് ഞാൻ കൊത്തിക്കൊണ്ടച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇത് പുളിയും കറി വെക്കണം. ഞാൻ വെച്ചിട്ട് ചെമ്മീൻ വാങ്ങിയിട്ട് ചീര വറവാക്കും. പിന്നെ ഇത് വേണ്ടല്ലോ, നമുക്ക് നാളെ പുളിയും കറി വെക്കാം. അമ്മ മീൻ വാങ്ങും. അത് അയിലേ വാങ്ങുള്ളൂ ദിവസമല്ല, ഓരോ 2 ദിവസം കൂടുമ്പോൾ. എന്നിട്ട് അയില വാങ്ങിയിട്ട് ചാറ് അമ്മിയെടുക്കും, കഷ്ണം സിമ്പക്ക്. അമ്മ ഒറ്റ കഷ്ണം തിന്നൂല, ബാക്കി എല്ലാ സിമ്പക്ക കൊടുക്കും കഷ്ണം തെച്ചു. എല്ലാവരും വിചാരിക്കും സിംബ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കേൾക്കാം. അപ്പം നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് സിംബ. പറയുമ്പോൾ കരയുന്നുണ്ട്. അത് ഇപ്പം ഗ്യാസും വണ്ടി വന്നിട്ട് പേടിച്ചിട്ട് കാര്യമില്ല. അത് ഒറ്റക്കേ ഉള്ളൂ. നമ്മൾ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അതിനെ പുറത്ത് കെട്ടിയിട്ടാണ് ഉള്ളത്, അതാണ് കാര്യമെന്ന്. നായിനെ കെട്ടും പോലെ കെട്ടിയിട്ടാണ് പൂച്ചേന ഓടുന്നായിട്ട്. ഗ്യാസും വണ്ടി പോകുമ്പോ പേടിച്ചിട്ട് ഇവിടെ കയറി ഇരുന്നതാ. ഇത്രേ എത്തിയുള്ളൂ. എന്നാ വണ്ടി പോയിനാ പേടിച്ചു പോയിനാപ്പാ സിംബ. കണ്ട അതിന്റെ മണി ഇത് കടിച്ച് ബെൽറ്റ് ബെൽറ്റും മണി ഇതാ കടിച്ച് പൊട്ടിച്ച് പണി. സിംബ സങ്കടാവുന്നാ ഒറ്റക്കാക്കിട്ടാ? അതിപ്പോ സർക്കസാണ്. ബെൽറ്റിന്റെ മണിയെല്ലാം കടിച്ച് പൊട്ടിച്ച് വലിയ പല്ലെല്ലാം ഉണ്ട്. ചോറുന്നാലേ സിംബ ഉറങ്ങുള്ളൂ. ചോറുന്ന നല്ല ഉറക്കം സിംബ. 1 മണി കഴിയുമ്പോൾ കരയാൻ തുടങ്ങും. ഞാൻ ഒറ്റക്കാകുമ്പോൾ ഇങ്ങനെ കെട്ടിയിടാൻ പഠിച്ച് ഞാൻ ബാത്റൂമിൽ ഇട്ടിട്ട് പൂട്ടും. അപ്പോൾ 1 മണി കഴിയുമ്പോൾ ഉണ്ടാകും ബാത്റൂമിൻ്റെ വാതിൽ ഇങ്ങനെ മാന്തിയിട്ട് കരയുന്നു. എന്നിട്ട് പിന്നെ മീനും ചോറും കൊടുത്തിട്ട് പിന്നെ അനങ്ങാണ്ട് ഉറങ്ങും. അല്ലെങ്കിൽ പിന്നെ ഇപ്പം അട്ടത്ത് വെയിലായോണ്ടാണ്. വെയിലില്ലെങ്കിലല്ലേ അട്ടത്ത് കൂട്ടക്കി ഈ ഷീറ്റ് തുള്ളിയിട്ട് ഖദീജാന്റെ വീട്ടിലേക്ക് പോകും. അവരെ വീട്ടിൽ കയറിയിട്ട് അകത്തെല്ലാം കയറിയിട്ട് പരതിയിട്ട് വരും. നേരെ ആരെങ്കിലും പോയിട്ട് കൂട്ടിക്കൊണ്ടുവരും. ചീരി എടുത്തിട്ട് വന്നിട്ട് നമ്മളെ നീയ കുട്ടി ചീരി ഒന്നും ഉണ്ടാവില്ല. നീയക്കുട്ടിക്ക് ചെമ്മീൻ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മളെ ചോറും കറിയെല്ലാം ആയി. അപ്പോൾ ചീര വറവും മാങ്ങയിട്ട ചെമ്മീൻ കറിയും. രഞ്ജു ചീര വറവ് എടുത്തിട്ടില്ല. രഞ്ജു ഒരു ചീര വറവ് വേണ്ടു. നിങ്ങൾക്ക് ചീര വറവ് വേണ്ടത്തെ? ചീര വറവ് എനിക്ക് വേണ്ട.
നല്ല ചീരയല്ലേ ഇതാ, നല്ല ചോറ് നല്ല ചോര പോലത്തെ ചോറ് കണ്ടാ. എന്നിട്ട് ഒക്കെ വേണ്ട പോലും ചീരകറി കൂട്ടിയിട്ട് ചോറ് കിട്ടും. അപ്പോൾ നമ്മൾ ചോറ് തിന്നിട്ട് നല്ല മാങ്ങതാ, നല്ല പുളിയുണ്ട്. ചോറ് തിന്നട്ടെ. നമ്മൾ ചോറ് തിന്നിട്ട് നീണ്ട് തളർന്ന വിഷയമായിട്ട് സ്കൂളും വിട്ട് വന്നിട്ട് നടന്നു പോയി. നടന്നിട്ടേ തളർന്നിന്. 5 മിനിറ്റേ നടക്കാനുള്ളൂ, തളർന്നു പോയി ഓര്. അപ്പൊ തണുപ്പുള്ള ഞാനത് തണുപ്പ് പിടിച്ചിട്ട് സൗണ്ട് വരില്ല. ഞാനത് ഐസ് തിന്നു. നമ്മൾ ഇദ്ദേഹം പറഞ്ഞ് മാംഗോ ബാർ വേണേന്ന് പറഞ്ഞു. അപ്പോഴാണ് നീ രഞ്ജു അല്ലേ, രഞ്ജു പറഞ്ഞു എനക്ക് വേണം പാടുന്നു. അവിടെ പോയൊക്കെ മാംഗോ ബാറില്ല, ഐസാണ് ഉണ്ടാ. ഇത് ഐസ്, നമ്മളെല്ലാം ഐസ് റന എന്നത് ഫ്രൂട്ട് സലാഡ്, അതാ ഒരു രസം. റന അതാ തിന്നു, നമ്മളിത് ഐസ്. ഇത് നാസിബിലിന് കൊടുത്തിട്ട് അവന് വേണ്ടാന്ന് പറയുന്നു. നാസിബിൽ ആദ്യം കൈയെല്ലാം കഴുകി, ഞാൻ വന്ന് കൈ കഴുകിയിട്ട് ഇന്ന് ഐസ് എന്ന് പറഞ്ഞിട്ടാണ് വേണ്ടാന്ന്. അപ്പൊ നമ്മൾ ഈ ഐസ് തിന്നിട്ട് നാസിബുൽ എന്നാ നീയും റാനിയും സ്കൂളും വിട്ട് വന്ന പാടുള്ള പരിപാടി നേരെ കളിക്കൽ വരും. 2 സ്കൂളും വിട്ട് വന്ന പാടെ കളിക്കാൻ തുടങ്ങിയിന്. യൂണിഫോം വരെ ഊരിയിട്ടില്ല, ഒന്നും തിന്നൂല്ല. കൈയും മുഖവും കഴുകിയില്ല, ഒന്നും തിന്നില്ല. ബാഗാടെ കൊണ്ടക്കുന്നു, ഇതാ നേരെ കളിക്കുന്നു രണ്ടാളും. നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.